ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇന്ന് ദൈവം അവളെ എന്റെ മുമ്പിൽ കൊണ്ടുവന്നത്. ഈ സമയത്ത് സഹറിനോട് അല്പം കരുണ കാണിക്കണം. ഇനി ആ കെട്ടഴിച്ചോളൂ. ശരി ഡോക്ടർ. ഈ കണ്ടീഷനിൽ ഇതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. ഡോക്ടർ പെട്ടെന്ന് ഉണരുവോ? ഇല്ല, ഒരു 2 മണിക്കൂർ ഈ എഫക്റ്റ് ഉണ്ടാവും. എന്നുവെച്ച് ഇതൊരു പെർമനന്റ് സൊല്യൂഷൻ ഒന്നുമല്ല. ഡോക്ടർ, ശരിക്കും സമ്പ്രദയ്ക്ക് എന്താ സംഭവിച്ചത്? പേഷ്യന്റിന്റെ ബ്രെയിനിൽ ഒരു മെമ്മറി ലൂപ്പിംഗ് നടക്കുന്നുണ്ട്. മേ ബി അത് പോസിറ്റീവ് ആകാം, ചിലപ്പോ അത് നെഗറ്റീവായിട്ടും ബാധിക്കാം. എന്നുവെച്ചാ മനസ്സിലായില്ല. സ്വയം തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും കാണുമ്പോഴോ എന്തെങ്കിലും സംഭവിക്കുമ്പോഴോ നിലവിലുള്ള മെമ്മറിക്ക് മേൽ പഴയ ചില മെമ്മറികൾ ഓവർലാപ്പ് ചെയ്ത് കയറി വരും. എന്ന് പറഞ്ഞ മറന്നുപോയതൊക്കെ വീണ്ടും ഓർക്കുന്നാണോ? അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ചിലപ്പോ ഓർക്കാം, ഓർക്കാതിരിക്കാം. വിശദമായ ചെക്കപ്പിന് ശേഷം മാത്രമേ അത് പറയാൻ പറ്റൂ. തൽക്കാലം അഡ്മിറ്റ് ചെയ്യാം. എത്രയും വേഗം ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ സിറ്റുവേഷൻ വളരെ ബാഡായി മാറും. ശരി ഡോക്ടർ. ആരെങ്കിലും ഒരാള് എപ്പോഴും ഇവിടെ ഉണ്ടാവണം. ശരി ഡോക്ടർ. അപ്പൊ അറിയിക്കണം. സർ, 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 ഞാൻ പറയുന്ന ഒന്ന് കേക്ക് സർ. നീ ഒന്നും പണിയണ്ട. പണിയാനുള്ളതൊക്കെ ഞാൻ പണിഞ്ഞോളാം. കൊണ്ട് വാടോ. സർ, 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 പ്ലീസ് സർ. സർ, 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 പ്ലീസ് സർ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. സാറേ, എന്റെ അർച്ചന ആ ആശുപത്രി തന്നെ ഉണ്ട്. സാറിനോട് ഞാൻ പറയുന്നൊക്കെ സത്യ. ഇത്രയും നാള് പറഞ്ഞതുപോലെ അല്ല ഇത്. ഇതെന്റെ അർച്ചന തന്നെയാ. നിന്റെ അഭ്യാസമൊന്നും എന്റെ അടുത്ത് ഇറക്കരുത്. അയ്യോ സാറേ, അനിരുദ്ധിനെ നീയാണ് കൊന്നെന്നുള്ള എല്ലാ തെളിവുകളും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. സാറേ, ഞാൻ ആരെയും കൊന്നിട്ടില്ല. വെറുതെ തന്നെ സാർ കള്ളക്കേസ് കൊടുക്കാൻ ശ്രമിക്കരുത്. സാർ, ഇത്രയും നാളും ഒരു പ്രതീക്ഷയില്ലാതെ ഞാൻ എന്റെ അർച്ചനയെ അന്വേഷിച്ച് നടക്കല്ലായിരുന്നോ? സാർ, പലപ്പോഴും ആത്മഹത്യ ചെയ്താലെന്ന് വരെ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ. അതൊന്നും ചെയ്യാതിരുന്നത് എന്തെങ്കിലും ഒരിക്കലും അർച്ചന എനിക്ക് തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ല. ഇന്ന് ദൈവം അവളെ എന്റെ മുമ്പിൽ കൊണ്ടുവന്നത്. ഈ സമയത്ത് സഹറിനോട് അല്പം കരുണ കാണിക്കണം. നിനക്ക് തരാനുള്ള കരുണയുടെ ചെറിയൊരു ഷെയർ. ബാക്കി ഞാൻ പിന്നെ തരാം. തൽക്കാലം നീ ഒന്ന് റെസ്റ്റ് എടുക്ക്. വാടാ. സർ, സർ,
പ്ലീസ് സർ 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 പ്ലീസ് സർ 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 സാറേ ഞാൻ സാറിന് കാല് പിടിക്കാൻ സാറേ എന്നോട് അല്പം ദയ കാണിക്കണം സർ. കാല് പിടിക്കാനൊക്കെ നിനക്ക് ഞാൻ സമയം തരാടാ. ഇപ്പൊ നീ ചോദിച്ചില്ലേ ദയാ കരുണ, അത് രണ്ടും കൂടെ ഞാനേ ഒരു താളത്തിലാക്കി എഴുന്നള്ളിച്ചു കൊണ്ടുവരാം. അതുവരെ നീ ഇതിനകത്ത് വെയിറ്റ് ചെയ്യും. അയ്യോ സാറേ കിടക്കട അവിടെ. സർ സാർ സാറേ സർ സർ പ്ലീസ് സർ സാറേ പ്ലീസ് പ്ലീസ് സർ. നിന്റെ മുമ്പിൽ ഇപ്പൊ അടഞ്ഞ ഈ വാതിലുണ്ടല്ലോ, അത് വെറും ലോക്കപ്പിന്റെ വാതിലല്ല, നിന്റെ ജീവിതത്തിന്റെ വാതില. സാർ പ്ലീസ്. നീ ഇനി പുറലോകം കാണത്തില്ല. അയ്യോ ഞാൻ പറയുന്നവരെ ഇവന് ഒരു തുള്ളി വെള്ളം കൊടുത്തു പോലും. ശരി സാർ, അയ്യോ. കൂട്ടടോ. സർ സാറേ സർ പ്ലീസ് സർ സർ സാർ പ്ലീസ് സാറേ സാറേ. സർ ആ എസ് ഐയോട് വരാൻ പോയി. ശരി സർ. സർ, ഡോ അവനെ കൊണ്ടെല്ലാം സമ്മതിപ്പിച്ച് അവന്റെ മൊഴി ഇന്ന് തന്നെ രേഖപ്പെടുത്തണം. സർ, അത്ര പെട്ടെന്ന് അവൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സമ്മതിപ്പിക്കണം. ഈ കേസിൽ അവൻ തന്നെയാണ് പ്രതി. സർ, നമ്മുടെ കയ്യിൽ ആകെയുള്ളത് ആ സ്കെൽട്ടന്റെ റിമൈൻസ് മാത്രമാണ്. പിന്നെ സംഭവം നേരിട്ട് കണ്ട ഒരു സാക്ഷി പോലുമില്ല. പിന്നെ എങ്ങനെയാ സർ? സാക്ഷി ഉണ്ടെങ്കിലോ? വെറും സാക്ഷിയല്ല, മാപ്പ് സാക്ഷി. അതാരാ സർ? പറയാം. അതിനു മുമ്പ് നമുക്ക് ഇത് ചെയ്തത് അവൻ തന്നെയാണെന്ന് അവനെ കൊണ്ട് സമ്മതിപ്പിക്കണം. ആദ്യമായിട്ടൊന്നുമല്ലല്ലോ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എങ്കിൽ ആ ബുദ്ധിമുട്ട് മാറ്റാനുള്ളതൊക്കെ തന്റെ അക്കൗണ്ടില് ഇന്ന് തന്നെ ക്രെഡിറ്റ് ആവും. സാറ് മുന്നിൽ നിൽക്കുമ്പോ പിന്നെ എനിക്കെന്താ പ്രശ്നം? നമുക്ക് സമ്മതിപ്പിക്കാം സാറേ.